ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് കറണ്ട് ബില്ല്. അപ്പോൾ കറണ്ട് ബില്ല് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകളുണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ വൈകുന്നേരം 6:30 മുതൽ 9:30 വരെ പ്രവർത്തിപ്പിക്കരുത്. എന്നുവെച്ചാൽ പീക്ക് ലോഡ് സമയത്ത് ഉയർന്ന നമ്മൾ ഈ പവർ റേറ്റിംഗ് ഉള്ള മോട്ടോർ പോലുള്ളതൊക്കെ നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ മോട്ടോർ ഓവർ ഹീറ്റായിട്ട് അതിൻ്റെ ബൈൻഡിങ് ഒക്കെ കേടാവും. ടിപ്പ് നമ്പർ 2, അതായത് ഈ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും നമ്മൾ ഈ പീക്ക് ലോഡ് സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പീക്ക് ലോഡ് സമയം എന്ന് പറയുമ്പോഴത്തേക്കും 6:30 മുതൽ 9:30 മണി വരെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതൊക്കെ വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും മിക്സിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരുപാട് കറണ്ട് ആവും. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്നും അധികം ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നിങ്ങൾ അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പം തന്നെ മനസ്സിലാകും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ. അടുത്തത് ടിപ്പ് നമ്പർ 3, നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അയൺ ബോക്സ്. അയൺ ബോക്സാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഇളുക്കുന്ന രണ്ടാമത്തതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അയൺ ബോക്സ് ഒരുപാട് കറണ്ട് വലിക്കും. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് എന്നും നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് അയൺ ചെയ്യാതെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ് ഒരുമിച്ച് അയൺ ചെയ്ത് വയ്ക്കുന്നതാണ് ലാഭം. ടിപ്പ് നമ്പർ 4, നമ്മുടെ വീട്ടിലൊക്കെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ. ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ 2000 വാട്ട്സ് മുതലുള്ള ഇൻഡക്ഷൻ കുക്കറുണ്ട്. അതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും 1 മണിക്കൂർ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പം തന്നെ 2 യൂണിറ്റ് കറണ്ട് നഷ്ടപ്പെടുമെന്നാണ് കണക്ക്. അതായത് നല്ലോണം കറണ്ട് ഇതിലും വലിക്കും. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ മാക്സിമം ഉപയോഗം കുറയ്ക്കുന്നതാണ് നമുക്ക് നല്ലത്, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത്. അടുത്ത് ടിപ്പ് നമ്പർ 5, ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഫിലമെൻ്റ് ബൾബ് യൂസ് ചെയ്യില്ലേ? ഒരിക്കലും ഫിലമെൻ്റ് ബൾബ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. LED ബൾബ് യൂസ് ചെയ്താൽ കറണ്ട് നമുക്ക് അത്രത്തോളം വരത്തില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ 100 വാട്ടിൻ്റെ ഒരു ഫിലമെൻ്റ് ബൾബ് യൂസ് ചെയ്താലേ 10 മണിക്കൂർ ആ ബൾബ് കത്തുമ്പോൾ 1 യൂണിറ്റ് കറണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ 11.9 വാട്ടിൻ്റെ ഒരു LED ബൾബാണ് കത്തിക്കുന്നതെങ്കിൽ 10 മണിക്കൂർ, അപ്പോഴത് 1 യൂണിറ്റേ ആവത്തുള്ളൂ. ഇത് ഫിലമെൻ്റ് ബൾബ് നല്ലോണം കറണ്ട് ഒരുപാട് ഇളുക്കുന്നതാണ്. അപ്പോൾ ഫിലമെൻ്റ് ബൾബൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ കറണ്ട് ബില്ല് പകുതിയാകും. ടിപ്പ് നമ്പർ 6, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, അയൺ ബോക്സാണ് രണ്ടാമത് കറണ്ട് ഏറ്റവും കൂടുതലാകുന്ന ഒരു സാധനമെന്ന്. പക്ഷെ ആദ്യത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു കറണ്ട് ബില്ല് കൂട്ടുന്ന മെയിൻ ഒരു സാധനമാണ് റെഫ്രിജറേറ്റർ. ഫ്രിഡ്ജാണ് ഏറ്റവും കൂടുതൽ കറണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 6:30 മുതൽ 9:30 മണി വരെ ഒരിക്കലും ഫ്രിഡ്ജ് ഓണാക്കി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളത് ഓഫ് ചെയ്തിടണം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ ഒരു 6:30 മുതൽ 9:30 വരെ ഓഫ് ചെയ്തിടുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം കറണ്ട് ലാഭമാണ് കിട്ടുന്നതെന്ന്. അപ്പം ഓഫ് ചെയ്തിട്ടിട്ട് ഓണാക്കുമ്പോൾ ഒരുപാട് കറണ്ട് അങ്ങോട്ട് വലിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഐസ് കട്ട ഒരുപാട് കയറുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിടണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കറണ്ട് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ടിപ്പ് നമ്പർ 7, നമ്മൾ ഫോണിൻ്റെ ചാർജറൊക്കെ ഉണ്ടല്ലോ, ചാർജറൊക്കെ നമ്മൾ അങ്ങനെ ഓണാക്കി ഇട്ടിരുന്നാലും നല്ലോണം കറണ്ടാവും. പ്രത്യേകിച്ച് പിള്ളേരാണ് അതൊന്നും ശ്രദ്ധിക്കാത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധ എപ്പോഴും വച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.